ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടണം. മെജോറിറ്റി ആളുകൾക്കും ഒരു സമയം എല്ലാവരും നമ്മളെ കൂടെ വേണം. ആളില്ലാണ്ടായി കഴിഞ്ഞാൽ ടെൻഷനാവും. ഞാൻ ഒറ്റപ്പെട്ടു പോയോ, ഞാൻ ഭയങ്കര ലോൺലി ആയി പോയോ, ആളിനെ വിട്ടുപോയോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിട്ടിട്ട് പോയോ എന്നൊക്കെ തോന്നും. ഒരു പെർട്ടിക്കുലർ ഏജിലേക്ക് എത്തിയാൽ മനസ്സിലാവും നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, നമുക്ക് ആസ്വദിക്കണമെങ്കിൽ, ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യാന്ന് പറയും. ലോൺലി ആവുന്നല്ല, ഐസൊലേറ്റ് ചെയ്യുക ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന്. ഏതൊരാളെ കൂടെ എത്ര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ രണ്ടാമതൊരാൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫേക്ക് ചെയ്യും നമ്മളെ പല ബിഹേവിയേഴ്സ്. ഈവൻ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ എത്രയ്ക്ക് ക്ലോസ് ആളാണെന്ന് പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ പുറമെ കാണിക്കില്ല. നമ്മൾ എത്രയ്ക്ക് പൊസിഷനിൽ ഡൗൺ ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ, നമ്മൾ ഫൈനാൻഷ്യൽ ക്രൈസിസിലാണ്, അല്ലെങ്കിൽ ഫണ്ട് തീരെ കൈമിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കാണിക്കാണ്ട് ബിഹേവ് ചെയ്യാം. വിച്ച് മീൻസ് ഒരു കൈൻഡ് ഓഫ് ഫേക്കിംഗ് ആണത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഞാൻ എന്താണെന്നും, റിയൽ ആയിട്ടുള്ള എനിക്ക് എന്താ വേണ്ടെന്നും, റിയൽ ആയിട്ടുള്ള എനിക്ക് ഇനി എന്തെടുത്താലാണ് എനിക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുക, എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുക എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം. ചില സമയം നമ്മൾ ഫ്രണ്ട്സൊന്നും ഇല്ലാത്തൊരു പെർട്ടിക്കുലർ സമയത്ത്, ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻഷിപ്പോ ആരില്ലാത്തൊരു സമയത്ത് ഇരിക്കുമ്പോഴാണ് റിയാലിറ്റി ഹിറ്റ് അടിക്കുക. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ പോയിന്റിലാണ്, എനിക്ക് ഇനി ഈ പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്, ഈ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വരുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. അത് ഈ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തേ നടക്കുള്ളൂ. കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ വൈബിനൊത്താണ് പോവുക. കൂടെ നമ്മളെ ഫാമിലി ഉണ്ടെങ്കിൽ അവരുടെ വൈബിനൊത്താണ് നമ്മൾ ബിഹേവ് ചെയ്യുക. കൂടെ നമ്മളെ ക്ലോസ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഓനും കൂടെ കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക. അപ്പോൾ ലൈഫിൽ ചില സമയത്ത് ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നത്, ലൈഫിൽ ചില സമയത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അത്രയും നിർബന്ധമാണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി ഗ്രോ ചെയ്യണമെങ്കിൽ ആ ഒരു ഫേസിലൂടെ കടന്നു പോകണം.